നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര വീഴ്ച. പാത്തോളജി ലാബിലേക്ക് അയച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ എടുത്തു. സംഭവത്തിൽ ജീവനക്കാരന് സസ്പെൻഷൻ. സസ്പെൻഡ് ചെയ്ത ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ അജയകുമാറിനെ. നടപടി പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകൾ ആക്രിക്കാരൻ കൊണ്ടുപോയതിന്. പാഴ്വസ്തു എന്ന് കരുതിയാണ് എടുത്തതെന്ന് ആക്രിക്കാരന്റെ മൊഴി. കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് ലഹരി എത്തിച്ച 2 പൂർവ്വ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖിനെയും സുഹൃത്ത് ഷാലിഖിനെയുമാണ് പോലീസ് ഇന്ന് രാവിലെ പിടികൂടിയത്. ഇന്നലെ അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. പോളിടെക്നിക്കിലെ ലഹരി വ്യാപനം ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്തും പുറത്തുവന്നു. അതേസമയം കേസിൽ പ്രതിയായ അഭിരാജിനെ SFIയിൽ നിന്നും പുറത്താക്കി. കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥിയും മുഖ്യപ്രതിയുമായ ഷാലിഖ് 2023 KSU മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം പുറത്തുവിട്ട് SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. കളമശ്ശേരി പോളിയിലേക്ക് കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഇന്ന് അന്വേഷണ സംഘം പൊക്കിയിട്ടുണ്ടെന്നും കേരളത്തിലെ മാപ്രകൾ രാഷ്ട്രീയം തിരയൽ ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണെന്നും ആർഷോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. നിലവിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പച്ചനുണയാണ് പറയുന്നതെന്നും ആർഷോ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു. കളമശ്ശേരി പോളിടെക്നിക് ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും SFIക്കുമെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. SFI എന്ന സംഘടനയെ പിരിച്ചുവിടണമെന്നും കേരളത്തിൽ ലഹരി വ്യാപകമാകുന്നതിന്റെ പ്രധാന കാരണം SFIയിൽ ഉള്ളവരാണെന്നും ചെന്നിത്തല ആരോപിച്ചു. 9 വർഷം ഭരിച്ച മുഖ്യമന്ത്രിക്ക് മയക്കുമരുന്നിനെതിരെ ഒന്നും ചെയ്യാനായില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി വരുന്നതിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ ഭാഗമായി SFI നേതാക്കൾ പ്രവർത്തിക്കുകയാണ്. SFI നേതാക്കൾ പിടിയിലാകുന്നത് ആദ്യമല്ലെന്നും ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് CPIM രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നുണ്ടെന്നും സതീശൻ പറഞ്ഞു. SFI കേരള സമൂഹത്തിൽ പടർന്നു പിടിച്ച മാരക വൈറസ് ആണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. നാട്ടിൽ ലഹരി പടർത്തുന്നത് ഈ സംഘടനയാണെന്നും ഇവിടെ മാരക ലഹരി പിടികൂടിയാലും അതിൽ SFIക്കാരും SDPIക്കാരുമുണ്ട്. CPIM SFIയെ പിരിച്ചുവിടണമെന്നും K സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നെഗറ്റിവിറ്റിയിൽ താൽപ്പര്യമുള്ള ഒരു സമൂഹം കേരളത്തിലുണ്ടെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. ലഹരി പ്രശ്നമായതിന് പിന്നാലെ കഞ്ചാവ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടാത്തവരാണ് ഇങ്ങനെ പറയുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കയ്യേറ്റങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ചൊക്രമുടിയിലേത്. കുറ്റക്കാർ ആരാണെങ്കിലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലവ് ജിഹാദ് പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിനെതിരെ കേസ് എടുക്കില്ല. കേസ് എടുക്കേണ്ടതില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. പ്രസംഗത്തിൽ ജോർജിനെതിരെ കേസ് എടുക്കേണ്ടതായി ഒന്നുമില്ലെന്നാണ് നിയമോപദേശം. എന്നാൽ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. പാലായിലെ ലഹരി വിരുദ്ധ സെമിനാറിലായിരുന്നു മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടമായെന്ന പരാമർശം നടത്തിയത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നത് ശരിയല്ലെന്ന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് അധികൃതർക്ക് ബോധ്യമായെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇക്കാര്യത്തിൽ നിയമവഴി തേടിയ ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ നടപടി സ്വാഗതാർഹമാണ്. കോടതിയെ സമീപിച്ചതിനാൽ പഞ്ചായത്തിനൊപ്പം സർക്കാരും നിൽക്കും. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കടുവയ്ക്ക് അവശത കാരണം കൂടുവെച്ച സ്ഥലത്തെത്താനാകുന്നില്ല. അതിനെ പിടികൂടിയാൽ ഉടൻ ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കൊച്ചിക്കായലിൽ മുങ്ങിക്കപ്പലും കോസ്റ്റ് ഗാർഡ് കപ്പലും മുഖാമുഖം. ആണവ മുങ്ങിക്കപ്പലും കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ കപ്പലുമാണ് നേർക്കുനേർ വന്നത്. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്.
സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം ഇന്ന് 34-ാം ദിവസം. തിങ്കളാഴ്ചയാണ് ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുക. ഉപരോധ സമരത്തിൽ നിന്ന് പിന്മാറാൻ ആശമാരെ CPIM ഭീഷണിപ്പെടുത്തുന്നുവെന്നും ശത്രുതാപരമായ മനോഭാവമാണ് സർക്കാർ ആശാപ്രവർത്തകരോട് സ്വീകരിക്കുന്നതെന്നും സമരക്കാർ. വീണ്ടും ഒരു ചർച്ചയ്ക്ക് സർക്കാർ വിളിക്കുമെന്ന പ്രതീക്ഷ മുൻനിർത്തിയാണ് ആശാപ്രവർത്തകർ സമരം തുടരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെയിൻ നഴ്സിനെ രോഗിയുടെ കൂട്ടിരിപ്പുകാരുടെ മർദ്ദനമേറ്റത് നഴ്സിംഗ് ഓഫീസർ ജഗിൽ ചന്ദ്രന്. മർദ്ദനം കൂടുതൽ പേർ നിൽക്കുന്നത് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞതിൽ പ്രതിഷേധവുമായി ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ. കൊല്ലം കടക്കലിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ CPIM ഗാനവും കൊടിയും ഉപയോഗിച്ചതിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സംഭവിച്ചത് ശരിയല്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിപ്ലവ ഗാനങ്ങൾ പാടിയത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. ഉപദേശക സമിതിക്ക് പിഴവ് സംഭവിച്ചെന്നും നോട്ടീസ് നൽകിയെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ലഹരിക്കെതിരായ ബോധവൽക്കരണം മദ്രസകൾ കേന്ദ്രീകരിച്ച് മാത്രം പോരെന്നും പറ്റാവുന്ന എല്ലായിടങ്ങളിലും നടത്തണമെന്നും മുസ്ലിം പണ്ഡിത സംഘടന സമസ്തയുടെ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ. ലഹരി വ്യാപനം ഉണ്ടാകുന്നത് സാഹചര്യം കൊണ്ടാണ്. സാഹചര്യം ശുദ്ധീകരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അറിവുണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരാൾ നന്നാവണമെന്നില്ല. ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇബ്ലീസ്. എന്നിട്ടും ആ ഇബ്ലീസ് പിഴച്ചുപോയില്ലേ എന്നും MT അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ ധർണ സംഘടിപ്പിക്കും. ഈ മാസം 17-ന് വൈകിട്ട് തൃശൂർ കോർപ്പറേഷന് മുൻപിലാണ് ധർണ സംഘടിപ്പിക്കുക എന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മയക്കുമരുന്ന് വ്യാപനം മൂലം കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി മലപ്പുറം സ്വദേശി KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കാണ് കാലാവധി. ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ നറുക്കെടുപ്പിലാണ് KM അച്യുതൻ നമ്പൂതിരിയെ നറുക്കെടുത്തത്. പാലക്കാട് അട്ടപ്പാടിയിൽ എലിവിഷം അബദ്ധത്തിൽ ഉള്ളിൽ ചെന്ന് 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. അട്ടപ്പാടി ജെല്ലിപ്പാറ സ്വദേശി നിതിൻ ജൊമറിയ ദമ്പതിയുടെ മകൾ നേഹ റോസാണ് മരിച്ചത്. പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം ഉപയോഗിച്ച് കുഞ്ഞ് പല്ല് തേക്കുകയായിരുന്നു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരിച്ചത്. ഫെബ്രുവരി 21-നായിരുന്നു സംഭവം. മലപ്പുറം പെരിന്തൽമണ്ണ തിരൂർക്കാട് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. KSRTC ബസ്സും ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ണാർക്കാട് അരിയൂർ സ്വദേശി ശ്രീനന്ദയാണ് മരിച്ചത്. കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് മുക്കത്ത് ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്കേറ്റു. പരിക്കേറ്റവരെ KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്കും മുഖത്തുമാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെയും സ്കൂട്ടറിന്റെയും മുൻവശം തകർന്നു. കോഴിക്കോട് പുല്ലൂരാംപാറയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പൊന്നാങ്കയം സ്വദേശി അജയ് ഷിബുവാണ് മരിച്ചത്. കമ്പയിൽ സ്റ്റഡിക്കായി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അജയ് ഷിബു. ഇതിനിടെ സുഹൃത്തുക്കളുമായി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ അജയ് ഷിബു മുങ്ങിപ്പോവുകയായിരുന്നു. വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു. നൂൽപ്പുഴ സ്വദേശി നാരായണനാണ് പരിക്കേറ്റത്. വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. പുറത്തും കാലിനും പരിക്കേറ്റ നാരായണനെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തട്ടി വീണ നാരായണന്റെ അമ്മ ബോളിയുടെ കാലിനും പരിക്കേറ്റു. തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ പുലി ഇറങ്ങിയതായി സംശയം. ദേശീയപാതയിൽ നിന്ന് 300 മീറ്റർ അകലെ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചിറങ്ങര സ്വദേശി ധനേഷിന്റെ വീട്ടിലാണ് പുലി എത്തിയതെന്നാണ് സംശയം. വളർത്തുനായെ ഒരു ജീവി പിടിച്ചുകൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്.
തിരുവനന്തപുരം വിതുര മാങ്കാല ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസവും മേഖലയിൽ ഒറ്റയാൻ എത്തിയിരുന്നു. 2 ആഴ്ച മുമ്പ് ആന LP സ്കൂളിന്റെ മതിൽ തകർത്തു. മലയോര മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണെന്നും വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കൊല്ലം കടക്കലിൽ ഇരുചക്ര വാഹനത്തിൽ കാട്ടുപന്നിയിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. കടക്കൽ ഇട്ടിവ സ്വദേശി ബാബുവാണ് മരിച്ചത്. ഈ മാസം 4-ന് രാത്രിയിലായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബാബുവിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിൽ തുടരവെ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു മരണം. കോഴിക്കോട് കൊയിലാണ്ടി കോട്ടക്കോവിലകം ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനിടെ അപകടം. 2 പേർക്ക് പരിക്കേറ്റു. അഭിനന്ദ്, സംഗീത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വെടിക്കെട്ടിനിടെ ദിശ മാറി പൊട്ടിയാണ് അപകടമുണ്ടായത്. തുടർന്ന് വെടിക്കെട്ട് കൊയിലാണ്ടി CI ഇടപെട്ട് നിർത്തിവെപ്പിച്ചു. മലപ്പുറം കരുവാരക്കുണ്ടിൽ വൻ ലഹരിവേട്ട. കാറിൽ സൂക്ഷിച്ച 4000-ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 2 ലക്ഷം രൂപയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കരുവാരക്കുണ്ട് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ഒളിവിൽ പോയ കാർ ഉടമയ്ക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കണ്ണൂർ ഉളിക്കൽ നുച്ചിയാട് വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ സംഘം പിടിയിൽ. നുച്ചിയാട് സ്വദേശി മുബഷീർ, കർണാടക സ്വദേശികളായ കോമള, അബ്ദുൾ ഹക്കീം എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 5 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. ഉളിക്കൽ പോലീസും ഡാൻസ സ്ക്വാഡും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. കൊച്ചി എളമക്കര സ്റ്റേഷനിലെ രാത്രികാല പട്രോളിംഗ് പാർട്ടിയെ ആക്രമിച്ചയാൾ അറസ്റ്റിൽ. ലക്ഷദ്വീപ് സ്വദേശി ഹമീം ത്വയബിനാണ് അറസ്റ്റിലായത്. നൈറ്റ് പട്രോളിംഗ് നടത്തിയ SI കൃഷ്ണകുമാർ, SCPO ശ്രീജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിന് കേടുപാട് വരുത്തിയതിനുമാണ് അറസ്റ്റ്. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ പിതാവിനെ മർദ്ദിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസ്. കേസിലെ പ്രതി വിവേകിന്റെ കൂട്ടാളികളുടെ വീട്ടിൽ പോലീസ് തിരച്ചിൽ. പരിശോധനയിൽ താന്യം സ്വദേശി രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ഇരിങ്ങാലക്കുട DYSPയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. MDMAയുമായി മൂന്നാക്കൽപ്പള്ളി റോഡ് സ്വദേശി സുഹൈൽ പിടിയിൽ. കൊല്ലം കൊട്ടിയത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. ബീഹാർ സ്വദേശികളായ സദാം നദാഫി, മുസ്തഫ നദാഫി എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് ചെക്കാട് 13-കാരൻ ഇന്നോവ ഓടിച്ച സംഭവത്തിൽ പിതാവിനെതിരെ കേസെടുത്ത് പോലീസ്. വളയം പോലീസാണ് കേസെടുത്തത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം പൊന്നാനിയിൽ കുറി നടത്തി നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരക്കടവ് സ്വദേശി ദിൽഷാദ്, ചമ്രവട്ടം സ്വദേശി ഷിബിലി റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. മത്സ്യബന്ധന മേഖലയിലും കച്ചവടക്കാരിൽ നിന്നും പണം സ്വീകരിച്ച് ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു ഇവർ. ബിസിനസ് നടത്തി നഷ്ടം വന്നതോടെ നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാതെ കബളിപ്പിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം വഴിക്കടവ് സ്വദേശിയായ ജുനൈദ് വെള്ളിയാഴ്ച രാത്രി മഞ്ചേരി മരത്താണിയിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരുന്നു. ആലപ്പുഴ കായംകുളത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി നടുറോട്ടിൽ കൊലക്കേസ് പ്രതിയുടെ പിറന്നാൾ ആഘോഷം. ഗുണ്ടാ നേതാവ് വിഡോഡ ഫൈസലിന്റെ പിറന്നാൾ ആഘോഷമാണ് നടുറോട്ടിൽ നടന്നത്. പുതുപ്പള്ളി കൂട്ടംവാതിൽക്കൽ പാലത്തിൽ പരസ്യ മദ്യപാനം നടത്തിയായിരുന്നു പിറന്നാൾ ആഘോഷം.
സംഭവത്തിൽ 11 പേരെ കായംകുളം പോലീസ് പിടികൂടി. ഹോളി ആഘോഷത്തിനിടെ വടകരയിലെ ലോഡ്ജിൽ മലയാളികളും ഇതര സംസ്ഥാനക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. കൂട്ടത്തല്ലിൽ 5 പേർക്ക് പരിക്കേറ്റു. വടകര പ്ലാൻ ലോഡ്ജിലാണ് സംഭവം. ലോഡ്ജിലെ സ്ഥിരതാമസക്കാർ തമ്മിൽ മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പരിക്കേറ്റ 3 ഇതര സംസ്ഥാന തൊഴിലാളികളെയും 2 മലയാളികളെയും വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോപ്പ് കൂട്ടായ്മയുടെ ജീവൻ രക്ഷാ അവാർഡ് കോഴിക്കോട് ഉള്ളിയേരിയിലെ സാമൂഹ്യ പ്രവർത്തകൻ അരുൺ നമ്പിയാട്ടിലിന് സമ്മാനിച്ചു. രക്തദാനത്തിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് അരുൺ. യുവജനക്ഷേമ വളണ്ടിയർ, റെഡ് ക്രോസ് വളണ്ടിയർ, ആപത് മിത്ര വളണ്ടിയർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് അരുണിന് ജീവൻ രക്ഷാ അവാർഡ് ലഭിച്ചത്. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലായ നടി രമ്യ റാവു DRI ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി രംഗത്ത്. താൻ നിരപരാധിയാണെന്നും ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്നും നടി DRI അസിസ്റ്റന്റ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ ആരോപിച്ചു. ഉറങ്ങാൻ സമ്മതിച്ചില്ലെന്നും ഭക്ഷണം നൽകിയില്ലെന്നും വെള്ളക്കടലാസിൽ നിർബന്ധിച്ചു ഒപ്പിടിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. അഭിഭാഷകരുടെ ഉപദേശപ്രകാരമാണ് രമ്യയുടെ പരാതി. അതിനിടെ രമ്യയുടെ കൂട്ടുപ്രതി തരുൺ രാജു തെലുങ്കു സിനിമാ നടനാണെന്ന വിവരം പുറത്തുവന്നു. 12.5 കോടിയുടെ സ്വർണം കടത്തിയ കേസിലാണ് രമ്യ പിടിയിലായത്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ കാണാതായ അമേരിക്കൻ ഇന്ത്യൻ വിദ്യാർത്ഥിനിക്കായി തെരച്ചിൽ. ഡൊമിനിക്കൻ അധികൃതർ ഇന്റർപോളിന്റെ സഹായം തേടി. വിർജീനിയയിൽ നിന്നുള്ള സുദിഷ കൊണാങ്കി സുഹൃത്തുക്കൾക്കൊപ്പം ഈ മാസം 3-നാണ് ഡൊമിനിക്കയിലെത്തിയത്. വെള്ളിയാഴ്ച മുതലാണ് 20-കാരിയായ സുദിക്ഷയെ കാണാതായത്. ഹമാസിനെ പിന്തുണച്ചെന്നാരോപിച്ച് വിസ റദ്ദാക്കപ്പെട്ടതിന് പിന്നാലെ US-ൽ നിന്ന് സ്വയം നാടുകടന്ന ഇന്ത്യൻ വിദ്യാർത്ഥിനി. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥി രഞ്ജിനി ശ്രീനിവാസനാണ് കടുത്ത നടപടിക്ക് പിന്നാലെ രാജ്യം വിടാൻ നിർബന്ധിതയായത്. ഹമാസിന്റെ നയങ്ങളെ പിന്തുണച്ചെന്നും പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായെന്നും ആരോപിച്ചാണ് രഞ്ജിനിയുടെ വിസ US റദ്ദാക്കിയത്. അമേരിക്കയിൽ കോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയ കേസിൽ തിരുവനന്തപുരം വർക്കലയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത അലക്സേജ് ബെസിക്കോവിനെ കേരള പോലീസ് CBIക്ക് കൈമാറി. വാറന്റ് പുറപ്പെടുവിച്ച് ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയാണ് പ്രതിയെ കൈമാറിയത്. പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയിലാണ് പ്രതിയെ ഡൽഹിയിൽ എത്തിച്ചത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്റർപോളിന് കൈമാറാനുള്ള നടപടികൾ CBI ഉടൻ തുടങ്ങും. കുടുംബത്തിനും പാർട്ടി പ്രവർത്തകർക്കും ഒപ്പം ഹോളി ആഘോഷിക്കുന്നതിനിടെ ഹരിയാനയിലെ BJP നേതാവ് സുരേന്ദ്ര ജവഹർ വെടിയേറ്റ് മരിച്ചു. ഭൂമി തർക്കത്തെ തുടർന്നുണ്ടായ പകയാണ് കൊലയിൽ കലാശിച്ചതെന്ന് പോലീസ്. പ്രതിയും സുരേന്ദ്ര ജവഹറും തമ്മിൽ ഭൂമിയെ ചൊല്ലി വാക്കുതർക്കം നടന്നിരുന്നു. തുടർന്ന് അക്രമാസക്തനായ പ്രതി ആഘോഷത്തിനിടയിലേക്ക് ഇരച്ചുകയറി വെടിയുതിർക്കുകയായിരുന്നു. വിവാദ നിയമ ഭേദഗതിയുമായി കർണാടക സർക്കാർ. 2 കോടി വരെയുള്ള സർക്കാർ കരാറുകളിൽ 4% മുസ്ലിം സംവരണം ഏർപ്പെടുത്തി. നിയമ ഭേദഗതിക്ക് മന്ത്രിസഭാ യോഗം അനുമതി നൽകി. ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള നീക്കമെന്ന് BJP. അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരൻ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇറാഖ് സിറിയൻ തലവൻ അബ്ദുള്ള മക്കി എന്ന അബൂ ഖാദിജയാണ് കൊല്ലപ്പെട്ടത്. ഇറാഖ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ സഹായത്തോടെയാണ് അമേരിക്ക അബ്ദുള്ള മക്കിയെ കൊലപ്പെടുത്തിയത്. ഇറാഖിലെ അൻബാർ പ്രവിശ്യയിലാണ് വ്യോമാക്രമണം നടന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടങ്ങിവരവ് ഉടൻ. മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള സ്പേസ് എസ് ക്രൂ 10 വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് സ്പേസ് എസ് ക്രൂ 10 വിക്ഷേപിച്ചത്. പേടകത്തിലുള്ളത് 4 ബഹിരാകാശ സഞ്ചാരികൾ. സുരക്ഷ മുൻനിർത്തി 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ US ഭരണകൂടം തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഈ രാജ്യങ്ങളെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചായിരിക്കും വിലക്ക് ഏർപ്പെടുത്തുക. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും
യാത്രാവിലക്കുണ്ടെന്ന് റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന യാത്രാവിലക്ക് യുഎസിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയും ദോഷകരമായി ബാധിക്കും. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ താരിഫ് വർധന ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണിയെ ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇലോൺ മസ്ക്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിനു പിന്നാലെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയുള്ള വാഹന നിർമ്മാതാക്കളായ ടെസ്ലയ്ക്കും ലോകമെമ്പാടും വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. മസ്കിന്റെ ആസ്തിയിൽ $120 ബില്യൺ ഗണ്യമായ ഇടിവ് നേരിട്ടുവെന്നാണ് റിപ്പോർട്ട്. കറക്സ് മേഖലയിൽ യുക്രൈൻ സൈനികരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യൻ സൈന്യം വളഞ്ഞിരിക്കുന്ന യുക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത വർദ്ധിച്ചതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പവർ ബാങ്ക് ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി സിംഗപ്പൂർ എയർലൈൻസ്. യാത്രക്കിടെ വിമാനത്തിൽ വെച്ച് സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ചാർജ് ചെയ്തതിന് വിലക്കേർപ്പെടുത്തുകയാണ് കമ്പനി. ഏപ്രിൽ 1 മുതൽ ഈ നിബന്ധന പ്രാബല്യത്തിൽ വരും. വിമാനത്തിലെ USB പോർട്ടുകൾ ഉപയോഗിച്ച് പവർ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നതിനും വിലക്കേർപ്പെടുത്തും. ഹാൻഡ് ബാഗേജിൽ പവർ ബാങ്കുകൾ കൊണ്ടുപോകുന്നതിന് വിലക്ക് ഉണ്ടായിരിക്കില്ല. KSCBയുടെ കേബിൾ ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ധർണ സംഘടിപ്പിച്ച് COA. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSCBയുടെ ഡിവിഷണൽ ഓഫീസിലേക്ക് നടത്തിയ ധർണ UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പ്രശ്നത്തിന് സംസ്ഥാന സർക്കാർ പരിഹാരം കാണണമെന്ന് MM ഹസൻ ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് LDF നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ 10-ന് BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തിയ കേന്ദ്ര ബജറ്റിലെ സമീപനങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം പൂവച്ചലിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ KSCB ഓഫീസ് ഉപരോധിച്ചു. നിരന്തരമായുള്ള വൈദ്യുത മുടക്കത്തിനെതിരെയാണ് ഉപരോധം. രാത്രികാലങ്ങളിലും നോമ്പ് സമയത്ത് പോലും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നതായാണ് പരാതി. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിക്കും. മയക്കുമരുന്ന് വ്യാപനം മൂലം കുറ്റകൃത്യങ്ങൾക്കും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി. മാർച്ച് 17-ന് തിങ്കളാഴ്ച വൈകിട്ട് 4-ന് തൃശൂർ കോർപ്പറേഷന് മുന്നിലാണ് ധർണ. കൊച്ചിയിൽ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. ജില്ലയിലെ 9 കേന്ദ്രങ്ങളിലെ സെന്ററുകളുടെ ഉദ്ഘാടനം വിവിധ കേന്ദ്രങ്ങളിൽ MLAമാർ, ജില്ലാ കളക്ടർ, നഗരസഭാ അധ്യക്ഷന്മാർ തുടങ്ങിയവർ നിർവഹിച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകാനെത്തുന്നവർക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകുക എന്നതാണ് സെന്ററുകളുടെ മുഖ്യ ലക്ഷ്യം. തൃശൂർ വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന റമദാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഇഫ്താർ കിറ്റും സാമ്പത്തിക സഹായവും മുണ്ടത്ര ഷഹീറിന്റെ കുടുംബത്തിന് കൈമാറി. ആദ്യഘട്ടത്തിൽ കിടപ്പ് രോഗികൾക്കാണ് മുൻഗണന. തൃശൂർ മണലൂർ സഹകരണ ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 5 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മിതമായ നിരക്കിൽ സാധാരണക്കാരന് ആധുനിക രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഓരോ നിലയിലും 4532 ചതുരശ്ര അടിയോടുകൂടിയാണ് നിർമ്മിക്കുക. ഇതിനാവശ്യമായ ഫണ്ട് സമാഹരണം മാർച്ച് 18 രാവിലെ 10-ന് ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രിക്കൊരു കൈത്താങ്ങ് എന്ന പേരിലാണ് ധനശേഖരണം നടത്തുക.
പതിറ്റാണ്ടുകളായി അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന തൃശൂർ കാവിൽക്കടവ് ലാൻഡിംഗ് പ്ലേസിലെ 12 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായി. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,55,00,000 രൂപ ചിലവഴിച്ചാണ് ഭൂരഹിതർക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. മാർച്ച് 16 വൈകിട്ട് 5 മണിക്ക് മന്ത്രി MP രാജേഷ് ഫ്ളാറ്റ് സമുച്ചയം ഗുണഭോക്താക്കൾക്ക് കൈമാറും. തൃശൂർ BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാണി സെന്ററിൽ ദീപജ്വാല സംഘടിപ്പിച്ചു. രാസലഹരിക്കെതിരെ സമൂഹം ശക്തമായി ശബ്ദമുയർത്തി പ്രവർത്തിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പരിപാടി നടന്നത്. മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ദീപജ്വാല ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ കപ്പലണ്ടി കൃഷിയിൽ 100 മേനി വിളവ്. പോഞ്ചാലി പെരുംതോടിന്റെ സമീപം തരിശുഭൂമിയിൽ നടത്തിയ കപ്പലണ്ടി കൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചത്. കപ്പലണ്ടി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം MLA ET ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു. തൃശൂർ എറവ് കൊടയാട്ടി പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷനായി. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.